ഓക്കെ. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ വീട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. മറ്റേ ഇതാവും. പിന്നെ ഇത് നമ്മുടെ റിസോർട്ട് ഈ കാണുന്ന റിസോർട്ട്, ഈ ബാക്കി കാണുന്നത് ഇത് നമ്മൾ താമസിക്കണം. അതിൻ്റെ തൊട്ട് താഴെ മാൻ അടിച്ചിട്ടേക്ക് കടുവ. ഇന്നലെ രാത്രി ഉണ്ടായെന്ന് പറഞ്ഞു. ഓക്കെ. നമ്മൾ രാവിലെ ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള ഗേറ്റിലാണ് പോകുന്നത്. പാക്ക് ചെയ്ത് തന്നു കേട്ടോ. എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്, കുറേ ഐറ്റംസ് ഉണ്ട്. സാൻഡ്വിച്ച്, പഴം, മുട്ട, മസാല ബോണ്ട. നമ്മളിന്ന് വന്നിരിക്കുന്നത് പെഞ്ച് ടൈഗർ റിസർവിലാണ്. അവിടുത്തെ തന്നെ സില്ലാരി എന്ന് പറഞ്ഞ ഗേറ്റാണ്. അതായത് പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമായിട്ടാണ് കിടക്കുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളും കൂടി അതിർത്തി പങ്കിടുന്ന ഒരു ടൈഗർ റിസർവാണ് പെഞ്ച് ടൈഗർ റിസർവ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ടൈഗർ ക്യാപിറ്റൽ എന്ന് വിളിക്കപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ടൈഗർ ഇന്ത്യയിലുള്ളത് മധ്യപ്രദേശിലാണ്. ഇതാണ് സില്ലാരി ഗേറ്റ് എൻട്രൻസ്. ഇത് മഹാരാഷ്ട്രയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മൊബൈൽ ഫോൺസ് അകത്ത് അലൗഡ് അല്ല. മൊബൈൽസ് വാങ്ങിച്ചിട്ട് ഒരു ബോക്സിലാക്കി വെക്കുക അവര്. 2, 3, 4, 5 5, ഇവിടെ 6. നമ്മളകത്ത് കയറിയപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് സൈറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. അത് വൈൽഡ് ഡോഗ്സിന്റെ ഒരു കൂട്ടമാണ്. വൈൽഡ് ഡോഗ്സ് എപ്പോഴും കൂട്ടമായിട്ട് മാത്രമാണ് സഞ്ചരിക്കാറ്. നമ്മൾ ആദ്യം എണ്ണിയപ്പോൾ 6 എണ്ണം എന്നാണ് പറഞ്ഞത്. പക്ഷെ 7 എണ്ണം ഉണ്ടായിരുന്നു. ഇവര് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ജീവിയാണ്. അതുകൊണ്ട് തന്നെ ആരെയും അറ്റാക്ക് ചെയ്യാൻ യാതൊരു മടിയുമില്ല. അതിപ്പോ ടൈഗർ ആണെങ്കിലും അതേപോലെ വേറെ ഏത് ജീവിയാണെങ്കിലും. പിടിക്കുന്ന ജീവിയെ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നു എന്നുള്ളതാണ് വൈൽഡ് ഡോഗ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി കൂട്ടം ചേർന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തും. കയറും, മുകളിൽ കയറുക. ഇനി അടുത്ത് പോകണ്ട, ഇടുന്നത്. ഗ്രൂപ്പാവും. എല്ലാവരും ഒരിടത്ത് അവിടെ എന്തിട്ടോ കടിച്ച് തിന്നോണ്ടിരിക്കണോ? ചെറുതെന്തോ പേപ്പറോ പ്ലാസ്റ്റിക് എന്തോ. അല്ലാതെ ബേസ് ഫുഡിന്റെ എന്തോ കഷ്ണം എന്തോ അതാണ് അത് പഠിച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തല്ലേ ഇച്ചിരി അപ്പുറത്തല്ലേ? അതിന്റെ അപ്പുറത്തായിട്ട് ഒരു സാമ്പാർ ഡിയർ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അടുത്തേക്ക് ഇവര് പോകല്ലേ എന്നായിരുന്നു എന്റെ മനസ്സിൽ. കാരണം ഇവര് പോയി കഴിഞ്ഞാൽ ആ സാമ്പാർ ഡിയറിന്റെ കാര്യം തീരുമാനമാവും. നല്ല ഫ്രെയിംസ് ആയിരുന്നു. കുറച്ച് അടുത്ത് കിട്ടണം, ടൈറ്റ് കിട്ടണം. അങ്ങനെ അവരധികം വൈകാണ്ട് ഉള്ളിലേക്ക് കയറി. അതെ, ആ മെയിൽ നല്ല ഭംഗിയുണ്ട്. അടിപൊളി.
കാട്ടുകോഴിയാണത്. ഇതിനെ റെഡ് ജംഗിൾ ഫൗൾ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഗ്രേ ജംഗിൾ ഫൗളാണ്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് റെഡ് ജംഗിൾ ഫൗൾ. ഇതിന് നല്ല കളറും നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ തന്നെ. നാട്ടിൽ കാണുന്നതിനേക്കാളും നല്ല വ്യത്യാസമുണ്ട്. നല്ല കളർ. മലയണ്ണാൻ്റെ പോലത്തെ കളറല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈൽസ് അകത്ത് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കുള്ള വഴിയും കാര്യങ്ങളും കാണിക്കൽ കുറവായിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെഞ്ച് ടൈഗർ റിസർവില് ഈ ഗേറ്റ് ആണ്, സില്ലാരി ഗേറ്റ് ആണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ ഉള്ളത്. ഇത് ബ്രൗൺ വുഡ് ഔൾ ആണ്. ഇതിന് നല്ല രസകരമായൊരു പേരുണ്ട്. കൊല്ലിക്കുറുവൻ എന്നാണ് ഇവന്റെ മലയാളത്തിലുള്ള പേര്. വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ അല്ലെങ്കിൽ മീൻ കൊത്തി ചാത്തൻ എന്നറിയപ്പെടുന്ന ഈ കിങ്ഫിഷർ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കോമൺ ആണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന കിങ്ഫിഷറിൽ ഏറ്റവും വലുപ്പമുള്ള കിങ്ഫിഷറാണ് സ്റ്റോർക്ക് ബിൽഡ് കിങ്ഫിഷർ. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ടൈഗറിനെ കാണുന്ന വീഡിയോസ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി നിർത്തി അവിടെ ശരിക്കും നോക്കി ദൂരത്തേക്ക് നിൽക്കുക. പക്ഷെ ഒന്നും കണ്ടില്ല. മ്ലാവ് അല്ലെങ്കിൽ സാമ്പാർ ഡിയർ. പക്ഷെ അപ്പുറത്തന്നെ ഭംഗി, മുഖത്തിലെ ഷേപ്പ് വെച്ച് ഭംഗി. മറ്റേ സൈഡ് വ്യൂ അല്ലേ. ക്രസ്റ്റഡ് സർപ്പന്റ് ഈഗിൾ അല്ലെങ്കിൽ ചുട്ടിപ്പരുന്ത് എന്നാണ് ഈ പരുന്തിനെ വിളിക്കാറ്. മിക്കവാറും പറക്കും അവര് പോവുകയാണെങ്കിൽ. പൊതുവെ നോർത്ത് ഇന്ത്യൻ കാടുകളിൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പോലെ വലിയ രീതിയിലുള്ള പച്ചപ്പ് കാണാറില്ല. പ്രത്യേകിച്ച് ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൊത്തത്തിൽ കാട് ഡ്രൈ ആയിരിക്കുകയാണ്. ഇതാണ് മലബാർ പൈഡ് ഹോൺബിൽ. നമ്മുടെ നാടുകളിൽ കാണുന്ന ഹോൺബിൽസിൽ ഇപ്പൊ ഏറ്റവും റയർ ആയിട്ടുള്ളത് ഈ ഹോൺബില്ലാണ്. ഇവയുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 10ഓളം ഹോൺബിൽസിനെ കണ്ടു. തരം വേഴാമ്പലെന്ന് നോക്കി. ഇഷ്ടം പോലെ ഉണ്ട് വേഴാമ്പല്.
അമ്മയും കുഞ്ഞും ഒരേപോലെ നോക്കുന്ന ഈ ദൃശ്യം കണ്ടു. എത്ര മനോഹരമായൊരു ദൃശ്യമാണ്. അതുപോലെ തന്നെ ഈ ചെറിയ മാൻ നല്ല രസമായിട്ടുള്ള ഓടിച്ചാടി കളിച്ചിട്ടുണ്ടായിരുന്നു. അത് നടക്കുന്നതും ഒരു പ്രത്യേക സ്റ്റൈല് പോലെയായിരുന്നു. റെഡ് ജംഗിൾ ഫൗൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നീട് കണ്ടതാണ്. ഇതിന്റെയും കളർ കണ്ടില്ലേ, എന്ത് ഭംഗിയുള്ള കളറാന്ന് നോക്കി. അതേപോലെ ആ ചെവിയില്, ആ ദാടയില് ചെറിയൊരു വെള്ള കളർ. ഇതിനിടയ്ക്ക് ഞങ്ങളൊന്ന് ടോയ്ലറ്റിൽ പോയി വന്നപ്പോഴേക്കും റോഡിൽ നിറച്ച് വണ്ടികളായിരുന്നു. ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് ഒരു ടൈഗർ പോയത്രേ. പക്ഷെ ഒരു വണ്ടിക്ക് മാത്രം ടൈഗർ സൈറ്റിംഗ് കിട്ടിയെങ്കിലും അവരുടെ കയ്യിൽ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ഇവിടെ മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല. ഇത് ഒരു തരം കഴുകനാണ്. വംശനാശം ബാധിച്ചിരിക്കുന്ന ഒരു തരം വൾച്ചറാണ് കഴുകൻ. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ ഇവയെ തീരെ കാണാറില്ല. പുറകിലൂടെ നടന്നു പോകുന്നതാണ് നീൽഗൈ അല്ലെങ്കിൽ നീലക്കാള. ഇത് അതിന്റെ മെയിലാണ്. ഏഷ്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ആന്റിലോപ്പാണ് ഈ കാണുന്ന നീൽഗൈ. കറക്റ്റായിട്ട് പെർച്ചും കൂടെ ബാക്ക്ഗ്രൗണ്ട് रोटिशल डक्स है डक्स है सर എടാ ഗോൾഡൻ ഡക്ക് ചെയ്തടാ. ഗോൾഡൻ ഡക്കാണ്. തമിഴക്കാരി. ഗോൾഡൻ ഡക്ക് അല്ലെങ്കിൽ തങ്കത്താറാവ് എന്ന് വിളിക്കപ്പെടുന്ന ഇവയുടെ ശരിക്കുമുള്ള പേര് റെഡി ഷെൽഡക്ക് എന്നാണ്. ഇന്ത്യൻ റോളർ പനങ്കാക്ക കർണാടകയുടെ സ്റ്റേറ്റ് ബേർഡ്. പനങ്കാക്കയാണ് കർണാടക സ്റ്റേറ്റ് ബേർഡ്. കാട്ടി അല്ലെങ്കിൽ ഇന്ത്യൻ ഗോർ എന്ന് പറഞ്ഞ പോത്ത്, കാട്ടുപോത്ത് ഇവിടെയുണ്ട്. വളരെ കുറച്ചെണ്ണമായിട്ടേ കാണാറുള്ളൂ, എങ്കിലും ഇവിടെയും ഉണ്ട്. हम लेफ्ट साइड पे जा सकते हैं ना, किधर इस रास्ते से दौड़ा लेफ्ट साइड. हाँ वहाँ तक के हाँ पुलिस वाला ना ये का पुरुष नहीं ना ഇവിടുന്ന് ദിശ ആ ഒരു പോത്തെ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക. വലിയ പ്രായമില്ലാത്തതാണ്. ഈ ഒരു പോത്ത് മാത്രം എണീറ്റ് നിന്നിട്ട് ഭയങ്കര അലേർട്ടായിട്ടാണ് നിന്നിരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മള് വന്നപ്പോഴും തിരിച്ചു പോകുമ്പോഴെല്ലാം അങ്ങനെ നിന്നിരുന്നത്. ജസ്റ്റിനെസ് ശീഘ്രം എനിക്ക് കിട്ടിയിട്ടില്ല. അനക്കല്ലേ അനക്കല്ലേ. പച്ച എരണ്ട എന്നാണ് ഇവയെ വിളിക്കാറ്. ഏറ്റവും ചെറിയ എരണ്ടയാണിത്.
നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇത്. ഇത് ടൈഗർ എൻ വുഡ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇതിന്റെ ബാത്റൂം ഒന്ന് ഒഴുകി. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ആനിമൽസിനെ കാണാം. കുളിമുറി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആനിമൽസിനെ കാണാം. എങ്ങനെയുണ്ട്? നല്ല രാത്രി ഇവിടെ മാൻ, നല്ല ആംബിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത്. അത് മാത്രമല്ല പെഞ്ച് ടൈഗർ റിസർവിന്റെ ഉള്ളിലാണ് ഈ പ്രോപ്പർട്ടി. നമ്മൾ ഉച്ചക്കത്തെ സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങുകയാണ്. രുക്കഡ് ഗേറ്റ് ആണ് നമ്മളത് ഉച്ചയ്ക്ക് സഫാരി ഉള്ളത്. രുക്കഡ് ഗേറ്റ് എന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെയാണ്. രാവിലെ സഫാരി ചെയ്ത് മഹാരാഷ്ട്രയിലാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ സഫാരി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. നമ്മൾ സഫാരി തുടങ്ങി അധികം വൈകാണ്ട് തന്നെ നമുക്ക് ഒരു ലെപ്പേർഡിനെയാണ് സൈറ്റിംഗ് കിട്ടിയത്. അപ്പൊ ഈ ലെപ്പേർഡ് രാവിലത്തെ സഫാരി കഴിഞ്ഞ് പോയപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഗൈഡ് കൃത്യമായി പറഞ്ഞു ഈ ഭാഗത്ത് തന്നെ ലെപ്പേർഡ് ഉണ്ടെന്ന് പറഞ്ഞു. സൂക്ഷിച്ച് നോക്കി വന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ലെപ്പേർഡിനെ കാണാൻ പറ്റില്ല. കാര്യം 2 പാറകളുടെ ഇടയിലായിട്ടാണ് ഈ ലെപ്പേർഡ് കിടക്കുന്നത്. അതും അത്യാവശ്യം നല്ല ദൂരെയായിട്ടും. അതിനിടയിൽ കുറെ മരച്ചില്ലകളും ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ വിഷ്വൽസ് എല്ലാം എടുത്തിരിക്കുന്നത്. വായ വിളിക്കുന്നുണ്ട്. ഹെഡ്ഷോട്ട്. എന്ത് കൈയടിക്കുന്നു? തലനക്കുണ്ട്. നമ്മുടെ ഗൈഡ് പറഞ്ഞനുസരിച്ച് ഇവിടെ ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള ലെപ്പേർഡാണ് ഇത്. ഇവന്റെ പേര് റോക്കി എന്നാണ്. അവന് ആ പേര് വന്നിരിക്കുന്നത് ആളുകളുടെ ഇടയിൽ കിടക്കുന്നതുകൊണ്ടാണെന്നാണ് മനസ്സിലായത്. നേരത്തെ പറഞ്ഞല്ലോ ഈ വീഡിയോസ് എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടി എന്ന്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെപ്പേർഡ് കിടക്കുന്നത് പാറകളുടെ ഇടയിലാണ്. മാത്രമല്ല അവിടെ നിറച്ച് കമ്പുകളാണ്, മുളയും മറ്റുമായിട്ട് നിറയെ കമ്പുകൾ നിൽക്കുകയാണ്. നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഗൈഡ് പറഞ്ഞനുസരിച്ച് ആശാൻ അധികം വൈകാണ്ട് താഴത്തേക്ക് ഇറങ്ങി വരും എന്നാണ്. അപ്പോൾ ആള് മൂലയൊക്കെ നിവർത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും അങ്ങനെ ഒരു പ്രതീക്ഷ തോന്നിയിരുന്നു. എനിക്ക് എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. किसको देखा ऐसे? ये क्या सुबह लाके छोड़े थे यहाँ पे? जो यही थाना का तो हमने सबसे നേരത്തെ പറഞ്ഞല്ലോ ഈ പാറകൾക്കിടയിൽ ഈ ലെപ്പേർഡ് കിടക്കുന്ന സമയത്ത് അതിനെ സ്പോട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്യാമോഫ്ലാഗ് ആയിട്ടാണ് കിടക്കുന്നത്. മാത്രമല്ല ഇത്തിരി ദൂരെയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നോക്കി നിൽക്കുക. കാര്യം ലെപ്പേർഡിനെ ആദ്യം സ്പോട്ട് ചെയ്തത് ഞങ്ങളാണ്. എന്നിരുന്നാലും പിന്നീട് 4-5 വണ്ടികളെങ്കിലും അങ്ങോട്ട് വന്നു. എല്ലാവർക്കും ഈ ലെപ്പേർഡിനെ കാണിച്ചു കൊടുത്തു. ഒറ്റ നോട്ടത്തിൽ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിലും സൂക്ഷിച്ച് നോക്കി വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലെപ്പേർഡിനെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഇതുകൊണ്ട് നല്ല നോയ്സ് ഉണ്ടായിരുന്നു. ഓണങ്ങി. ബാക്കിയുള്ള വണ്ടിക്കാർ ഓരോരുത്തരായിട്ട് പോയെങ്കിലും
ഞങ്ങൾ നല്ല ക്ഷമയോടുകൂടി അവിടെ തന്നെ കാത്തിരുന്നു. കാര്യം ലെപ്പേർഡിനെ കണ്ടതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൈറ്റിങ്ങിന് കിട്ടും എന്ന് ഗൈഡ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു. അതിന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ സംഭവിക്കും. ഞങ്ങളങ്ങ് നിരാശപ്പെടുത്തിക്കൊണ്ട് ആശാൻ പിന്നെയും കിടപ്പായി. ഒറ്റ പ്രശ്നമായിരുന്നു, റെക്കോർഡ് തന്നെ ഞെക്കിയില്ല. തൊട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, റെക്കോർഡ് ഞെക്കിയില്ല. ഒന്നും കൂടി, വൺസ് മോർ. वो कौन सा बर्ड है वो साउंड? वुडपेकर। ये जो अभी कर रहा है ना, मक्का के कर रही है। वो बाहर बैठा ना മക്ക മക്ക അത് കോളാണ്. लाल रंग का जो रहता है ना, അത് കുരങ്ങിൻ്റെ കോളാണ്. അത് അതല്ല ഞാൻ അല്ലാം കോളാ. അതെനിക്ക് മനസ്സിലായി. हाँ अलार्म कॉल। അത് കിട്ടി. എന്താടോ അത് കിട്ടി. എന്താടോ वो जो उधर पे लेटा है ना, उसके पीछे एक पत्थर है ना, उसका हेड देखो, लेपर्ड का हेड का तरह है. हाँ उसके पीछे वाला। हाँ वो काला वाला लेपर्ड है ना, ब्लैक पैंथर है ना, इसी तरह. ഈ കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എൻ്റെ ഇനി ഒന്ന് കിടന്നിട്ട് മതി, റെസ്റ്റ്. കൈ ഒടിഞ്ഞു മനുഷ്യ. ഈ ഇടയ്ക്കിടെ കേൾക്കുന്ന വിചിത്രമായ ശബ്ദം കുരങ്ങന്റെ അലാം കോളാണ്. കാര്യം കുരങ്ങൻ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുരങ്ങൻ ലെപ്പേർഡിനെ കാണാൻ പറ്റും. ബാക്കി മൃഗങ്ങൾക്ക് കുരങ്ങൻ അലാം കോൾ കൊടുക്കുന്നതാണ്. കുറേ നേരം പറ്റിക്കുന്ന പറ്റിക്കണം, ഇത്ര നേരം ദിവസം കൊണ്ട് പറ്റിക്കണം. ഓക്കെ उठा ये बात देखिए सर कितना बड़ा साइज है इसका। अच्छा अच्छा, हाँ बड़ा साइज है. മേളിൽ കയറി. ऊपर आएगा। नहीं 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 जाने लगा। ഇവിടെ ലെപ്പേർഡ് ഇരിപ്പുണ്ട്, അവിടെ കാണുന്നുണ്ടോ? ഏറ്റവും ടോപ്പിൽ നമുക്ക് നോക്കണ്ട മരങ്ങൾക്കിടയിൽ എൻ്റെ തന്നെ മേത്താ നിലത്താ. നടന്നേക്കോ. എന്താന്ന് കാണുന്നില്ല, അതുകൊണ്ട് कुछ पेड़ चढ़ रहा है। അവിടെ അല്ലേ അതിൻ്റെ മണ്ടയിൽ. മെജസ്റ്റിക് ആയിട്ട് ഇരിക്കുക. നടക്കുന്നുണ്ട്. മാർക്കിംഗ് ആകുന്നുണ്ട്. മാർക്കിംഗ് യെസ് ബിസിങ്. पीछे ले क्या अपन अभी अभी नहीं अभी नहीं पीछे लो पीछे। अभी नहीं है. ജിനു ചേട്ടാ ഒരാളെ ബസ് അവിടെ പാർക്കിംഗ് അല്ലേ? बस 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 അവിടെ നിന്ന് गुड जाएगा ना, इसलिए अभी रुक गए। अच्छी लेना है। പതുക്കെ ഇയാളെന്താ ചാടിക്കൊണ്ടിരിക്കുന്നത്? ഇത് രാത്രിക്ക് വരുമ്പോൾ ലെൻസ് എടുക്കാൻ പോകും. ലെൻസിലാണ് ഇത്ര ഷൂട്ട് ചെയ്യുന്നത്. കുലുക്കുമല്ലേ?
ബാക്കിൽ ചില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ ഒന്ന് പറയണേ. ഫുള്ള് ഹെഡ് ഓൺ. ക്യാമറമാൻ നിങ്ങളുടെ തന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ തന്നെ എനിക്ക് എടുക്കാമായിരുന്നു. എൻ്റെ ഒരു ഷേക്ക് കൂടുതലാണ്. അല്ല ഒന്നെടുത്തോ, എടുത്തോണ്ടിരുന്നോ. വേട്ടേക്കത്തോ അച്ഛാ ഹോക. ഇതൊരു ഡ്രീം ഷോട്ടായിരുന്നു. പക്ഷെ എന്ത് പറയാനാണ്, താഴെ നിറയെ മരച്ചില്ലകളായതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല. എന്നിരുന്നാലും വെള്ളം കുടിക്കുകയാണ് എന്നുള്ള രീതിയിൽ കുറച്ച് വിഷ്വൽസ് ഒപ്പിച്ചെടുത്തു. ഈ കൈ കിട്ടിയോ? എനിക്ക് നേരത്തേക്കാളും ഫാർ ബെറ്റർ ആയിട്ട്. ആ ഉണ്ട് സാറേ ഇരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റില്ല. അല്ല എപ്പോഴും ഇരിക്കുന്ന നോക്കി എന്നാ ലുക്കാണ്. ഇതിനാണ് മജസ്റ്റിക് ആയിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയും തലയെടുപ്പും എല്ലാം കൂടി ചേർന്ന് ഒരു പ്രത്യേക ഫീലായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു. മാർക്കിംഗ് അല്ലേ? ഇനി കുഴപ്പമില്ലടോ. അധികം വൈകാണ്ട് ലെപ്പേർഡ് പിന്നെയും മുകളിലേക്ക് കയറി. ഞങ്ങളുടെ വണ്ടി റിവേഴ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെപ്പേർഡ് വരുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് നമ്മൾ ഈ വിഷ്വൽസ് എടുത്തുകൊണ്ടിരുന്നത്. കാര്യം അവിടെ ഭയങ്കര വളവും തിരിവൊക്കെ ആയിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. എന്നിരുന്നാലും നല്ല രീതിയിൽ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ പറ്റി. അത് തന്നെയാണ് നമ്മുടെ സന്തോഷവും. ഇടയ്ക്ക് മൊബൈലിലും ക്യാമറയിലും ഒരേപോലെ വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ആംഗിളിൽ നിന്നുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുഴപ്പമില്ലടോ, ഞാൻ ആൾട്രാ പിടിക്കുന്നുണ്ട്. അധികം വൈകാതെ ഞങ്ങളുടെ പുറകിൽ വേറൊരു വണ്ടി കൂടി വന്നു. അപ്പോൾ ആ വണ്ടി റിവേഴ്സ് എടുക്കുന്നതനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റിയുള്ളൂ. എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ വിഷ്വൽസ് എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ലെപ്പേർഡിനെയൊക്കെ ഇങ്ങനെ ഹെഡ്ഫോണായിട്ട് ഇത്ര അടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം വളരെ ഷൈ ആയിട്ടുള്ള ആനിമലിൽ ഒന്നാണ് ലെപ്പേർഡ്. സാധാരണ നമ്മൾ പലപ്പോഴും കാണാറുണ്ടെങ്കിലും ആ പെട്ടെന്ന് ഓടി അകത്തേക്ക് കയറി പോകുന്നതാണ്. പക്ഷെ ഇവിടുത്തെ ലെപ്പേർഡ് അങ്ങനെയല്ല. അതായത് റോക്കിയുടെ സ്വഭാവം അങ്ങനെയല്ല. ആള് നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു ലെപ്പേർഡാണ്. അവൻ ആ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ്. चलो स्टार्ट करो. वो राइट कट जाएगा. इधर ही जाएगा. അല്ലേ ലയന്റെ പോലത്തെ മറ്റേ സാധനം അല്ലേ? പറയത് ഒന്നും കിട്ടൂലോ. ഏതാണ്ട് 2.5 മണിക്കൂർ നേരം നമ്മൾ ഈ ലെപ്പേർഡിനെ മാത്രമാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ സഫാരി ഏതാണ്ട് ഈ ലെപ്പേർഡിന് ചുറ്റുമാണ് അന്നത്തെ ദിവസം നടന്നത്. കാര്യം അവിടെ ടൈഗറിനെ കിട്ടാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടാണ്. ലെപ്പേർഡ് സൈറ്റിംഗ് ആണ് അവിടെ കൂടുതൽ കിട്ടാറ്. താഴെ ഇറങ്ങും, ഇവിടെ താഴെ ഇറങ്ങും, അവിടെ നിന്ന് താഴെ ഇറങ്ങും, ആ മരച്ചില്ലയുടെ അവിടെ താഴെ ഇറങ്ങും, അവിടെ താഴെ ഇറങ്ങും.
ആശാൻ ഇടയ്ക്കിടെ നിന്നും ഇരുന്നും ഒക്കെ ഞങ്ങൾക്ക് നല്ല നല്ല പോസുകൾ കുറെ തന്നിരുന്നു. അവർ വരുമ്പോൾ ഒന്ന് കൈ കാണിച്ചിട്ട് കാണിച്ചു കൊടുക്കും. ഒന്ന് കാണിച്ചു കൊടുക്കണമെങ്കിലും. എടുക്കെടുക്ക്, അവൻ നിൽക്കുക, എടുക്ക്. അവൻ വരട്ടെ. ഏക് സെക്കൻഡ് ഓ, അവനോട് ആലോചിക്കാൻ അവിടെ തിരിയണം വേണ്ടതെന്ന്. ഇനി തന്നെ താഴെ പോയതാ. ബസ് നമ്മൾ നമ്മളെ പുറത്തേക്ക് ബാക്കിലേക്ക് വിടാനുള്ള സകല പരിപാടിയും ചെയ്യാൻ നോക്കും. ഇനി एक सेकंड वो रुका है हाँ अभी जान तो भाई राम ने जाने दो. हाँ പോയി സന്തോഷമായില്ലേ. എടുത്തോളൂ. ആ ഇതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് വരും. ആ बाहर आया ഇത് ഫോറസ്റ്റിന്റെ ഉൾവശം തന്നെയാണ്. ഫോറസ്റ്റിന്റെ ഉള്ളിലായിട്ട് കൃഷിഭൂമിയുണ്ട്. ആ കൃഷിഭൂമിയിൽ ഇവർക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷി ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഫോറസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകും. ഞങ്ങൾ തിരിച്ചിറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് പിന്നെയും അലാം കോൾ കേട്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. ഒന്നും കാണാനും പറ്റിയില്ല. ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ സഫാരി തീരുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.